മിത്രങ്ങളിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നിങ്ങൾ നോക്കൂ, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ എത്രത്തോളം വെറുക്കപ്പെട്ടവരായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സന്ദർഭമാണിത്. നോക്കൂ സൈഫ്, ഈ ജന്തർ മന്ദറിൽ കുട്ടികൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ, അവർ ഉയർത്തിയ പ്ലക്കാർഡ്സുകളുണ്ട്, അതിലെഴുതിയ കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങനെ വെച്ചാൽ അത്രയും അഗ്രസീവ് ലാംഗ്വേജാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദിയെ വിമർശിച്ചാൽ, ഒരു സാധാരണ വിമർശനം, ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് വന്നാൽ അതിനെതിരെ കേസെടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ട്, 2014 തുടക്കത്തിലൊക്കെ നരേന്ദ്രമോദിയുടെ ഏതെങ്കിലും നയത്തെ വിമർശനാത്മകമായി വിലയിരുത്തിയാൽ മതി, തെറി പറയും, അങ്ങനെയൊന്നും വേണ്ട, ഒരു നിലയ്ക്കുള്ളൊരു അനാലിസിസ് ആരെങ്കിലും നടത്തിയാൽ അങ്ങേർക്കെതിരെ ഇവരെ സൈബർ IT ആർമി അവരെല്ലാം കൂടെ രംഗത്തിറങ്ങുക, ആളെ ഹെക്കിൾ ചെയ്യും, എന്തെങ്കിലും ഒരു പബ്ലിക് പ്രോഗ്രാമിൽ വന്നാൽ കേസ് കൊടുക്കുക, രാജ്യം മുഴുവൻ കേസ് കൊടുക്കും. എവിടെയൊക്കെ കേസ് കൊടുക്കും? നമ്മുടെ ജിമ്മിക്കെതിരെ കേസ് കൊടുക്കുന്നത്, നമ്മുടെ ജിമ്മിക്കെതിരെ ഡൽഹിയിലാണ് കേസ് കൊടുത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി രാഷ്ട്രീയക്കാരനാണ്. ഇത് കേരളത്തിലെ ഒരു മലയാളം ടെലിവിഷൻ ചാനലാണ് മീഡിയ വൺ, അതിൻ്റെ ഒരു അവതാരനാണ് ജിമ്മി ജോർജ്. അങ്ങേർക്കെതിരെ ഡൽഹിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. FIR ഇട്ടെന്നേ, അവിടെ FIR ചുമ്മാ പരാതി കൊടുത്ത് പോരല്ല, FIR ഇടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് തൊല്ലയായില്ലേ, അതിൻ്റെ പുറകെ പോകണം. ഇതേമാതിരി ഇതായിരുന്നു പരിപാടി. അത് ഒരു സാധാരണഗതിയിലൊരു വിമർശനം വന്ന് അതുപോലും സാധ്യമല്ലാതിരുന്ന അവസ്ഥയിലാണ് ഇവിടെ നരേന്ദ്രമോദിയുടെ മൂക്കിന് താഴെ അദ്ദേഹത്തിൻ്റെ പടം വെച്ചിട്ട് എന്തെല്ലാം മീമുകളാണ്, കൂടിയ ഇനം സാധനങ്ങൾ പലതും പറയാൻ പറ്റില്ല. ആജാതി ഐറ്റംസാണ് മുഴുവൻ ഇറങ്ങിയിരിക്കുന്നത്. കാർഡ്ബോർഡ് എടുക്കുന്നു, സ്കെച്ച് പെൻ എടുക്കുന്നു, വരക്കുന്നു, എന്തൊക്കെയാണ് വരച്ചു വെച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നതിന് കയ്യും കണക്കുമില്ല. വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ, കൊടുക്കുന്ന സൗണ്ട് ബൈറ്റുകൾ കൃത്യം പോയിൻ്റഡാണ്. നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഭത്സിക്കുകയാണ് നരേന്ദ്രമോദി, ചീത്ത പറയുകയാണ്, തെറി പറയുകയാണ്, അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ വരെ പറയുകയാണ്. അത്രത്തോളം വെറുക്കപ്പെട്ടവനായിരുന്നു. നിങ്ങൾ പൂജിച്ച് നിങ്ങൾ കൊണ്ടു നടക്കുന്ന 56 ഇഞ്ച് വിശ്വഗുരു ഇപ്പോൾ അപ്ഡേറ്റ് വരുന്നുണ്ട്, CJP സമരം അവസാനിപ്പിച്ചു, എല്ലാവരുടെ വീട്ടുകളിൽ മടങ്ങാൻ. ഗുഡ്. അപ്പോൾ അത് നോക്കൂ, ഇത്രമാത്രം വെറുക്കപ്പെട്ടവനായിരുന്നു എന്ന് മിത്രങ്ങൾ, BJP നേതൃത്വം മനസ്സിലാക്കേണ്ട ദിവസമാണ്. പക്ഷെ എങ്ങനെ അതങ്ങനെ മറഞ്ഞു നിന്നെന്ന് വെച്ചാൽ, നിങ്ങളൊരു മറ സൃഷ്ടിച്ചു. ജുഡീഷ്യറി, ഇലക്ഷൻ കമ്മീഷൻ, മീഡിയ, ഇതെല്ലാം ഇനി വേറെന്തെല്ലാം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ, അതെല്ലാം ചേർന്ന് ഒരു മറ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആ മറ ഭേദിക്കപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മറ ഭേദിപ്പിക്കട്ടെ, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചുകൊണ്ട് ഈ സമരമുണ്ടായി എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനൊരു സമരം രൂപപ്പെടുകയും മോദിക്ക് നേരെ, മോഡിയുടെ നെഞ്ചിന് നേരെ, 56 ഇഞ്ചിന് നേരെ കൃത്യം പോയിൻ്റഡായിക്കൊണ്ട് ആളുകൾ വിരൽ ചൂണ്ടുന്നു. അങ്ങനെ വിരൽ ചൂണ്ടാൻ സാധിക്കും എന്ന് തെളിയിക്കപ്പെട്ടു. അതുകൊണ്ട് ഈ മറയ്ക്ക്, നിങ്ങൾ ഭീതിയുടെ ഈ മറയ്ക്ക് ചെറിയൊരു വിള്ളൽ വന്നപ്പോഴേക്ക് കൂട്ടമായി ആളുകൾ വരികയാണ്. ആരാണ് വരുന്നത്? വലിയ രാഷ്ട്രീയ പാരമ്പര്യം, സാമൂഹ്യ പ്രവർത്തന പാരമ്പര്യമൊന്നുമില്ലാത്ത ഈ നാട്ടിലെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ. അവർക്ക് ഈ രാഷ്ട്രീയത്തിലെ മാത്സര്യത്തെക്കുറിച്ചോ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സംഗതികളിൽ ഒരു താല്പര്യമില്ലാത്തവരാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയോടൊപ്പം നിൽക്കണം, ഏതൊരു പാർട്ടിക്കെതിരെ നിൽക്കണം എന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഡെമോക്രാറ്റിക് സെറ്റപ്പ്, നമ്മളൊരു ഫ്രീ ഓപ്പൺ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഗതി, അതിന് പ്രശ്നമുണ്ട് എന്നവർ മനസ്സിലാക്കി. അവർ രംഗത്ത് വന്നു. മിത്രങ്ങൾ എന്ത് ചെയ്തു? മിത്രങ്ങൾ അവരെ സ്ഥിരം പ്ലേ ബുക്ക് എടുത്തു. പാകിസ്ഥാൻ, ജിഹാദി, അമേരിക്കയൊക്കെ വന്നതിൻ്റെ തമാശ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു റീല് കണ്ട്, അവിടെ ഒരു ചായക്കടയിൽ 3-4 ആളുകൾ നിൽക്കുകയാണ്, ഈ പ്രൊട്ടസ്റ്റിന് വന്ന ആളുകൾ. അവർ തന്നെ ഉണ്ടാക്കിയാണ്, എല്ലാവരുടെ കയ്യിലും ചായ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചങ്ങായി ഫോൺ എടുക്കുന്നു, വിളിക്കുന്ന ആരെയും അറിയോ? ഷീ ജിൻപിങ്ങിനെ. ഹലോ ബഡി ഷീ ജിൻപിങ്, 4 ചായ ഉണ്ട്, ഞാൻ മറ്റേ QR കോഡ് അയച്ചിട്ടുണ്ട്, 4 ചായൻ്റെ പൈസ കൊടുത്തേക്കണം കേട്ടോ എന്നാണ്. അപ്പം ബയ്യ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ ഈ മട്ടിൽ ഷീ ജിൻപിങ്, ഒരാളുടെ അല്ല, സോറോസ്, പിന്നെ അമേരിക്ക, ഖത്തർ എന്നാണ് ഫുഡ് ഡെലിവറി എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്ഥിരം പരിപാടി നോക്കി. അത് ഏഷ്യയിൽ മാത്രമല്ല, എഗൻ സൈഫു ഇവിടെ നിന്നുള്ള സൗണ്ട് ബൈറ്റുകൾ എടുത്ത് നോക്കുക. ഏതാണ്ട് മിക്ക സൗണ്ട് ബൈറ്റുകളിലും ഈ കുട്ടികൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഹിന്ദു മുസൽമാൻ രാജ്നീതി ഖത്തം കരോ, ആ പരിപാടിന് വേണ്ട കേട്ടോ എന്നിവർ ആവർത്തിച്ച് പറയുന്നു. എത്ര കാലമായി റാം മന്ദിർ എന്ന് പറഞ്ഞ് നടക്കുന്നത്? റാം മന്ദിറുമായി വെച്ചിട്ട് വന്ന ചില ബൈറ്റുകളുണ്ടല്ലോ,
അത് വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്കെതിരെ രാജ്യം ഒട്ടാകെ കേസെടുക്കുന്ന മട്ടിലുള്ള ബൈറ്റുകൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. റാമിൻ്റെ പേര് പറഞ്ഞ്, റാം മന്ദിറിൻ്റെ പേര് പറഞ്ഞ്, ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ്, ഹിന്ദു മുസ്ലിം ഈസായി, ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രക്ഷോഭകർ. എന്ന് പറഞ്ഞാൽ മിത്രങ്ങളുടെ ഈ രാഷ്ട്രീയം, വിഭജന രാഷ്ട്രീയം, അത് ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിലെ പുതിയ തലമുറ അവർ തരിമ്പും അംഗീകരിക്കുന്നില്ല എന്ന് ആവർത്തിച്ചുറപ്പിക്കപ്പെടുകയാണ്. ഓഫ് കോഴ്സ് നിങ്ങൾ 2014 ഒരു പ്രത്യേക സാഹചര്യത്തിൽ വലിയ വിജയം നേടിയിട്ടുണ്ട്. 2019 ആവർത്തിച്ചിട്ടുണ്ട്. 2024 പിറകോട്ട് പോവുകയാണ് ചെയ്തത്. നിങ്ങളീ പറയുന്ന ഈ ഡിവിസീവ് പൊളിറ്റിക്സ് എല്ലാം കൊണ്ടുവരുന്നത്. പക്ഷേ അപ്പോഴും നിങ്ങൾ എങ്ങനെ വിജയിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നാട്ടിൽ ഉള്ള ഗൗരവമായ സംശയങ്ങളുണ്ട്. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട. നിങ്ങൾ ഈ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേടിയ വിജയം അതവിടെ നിൽക്കുമ്പോഴും ജനങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ സ്ഥാനം എന്താണ്? നിങ്ങൾ എത്രത്തോളം വെറുക്കപ്പെട്ടവരാണ്, മിത്രങ്ങൾ എത്രത്തോളം ഈ രാജ്യത്ത് വെറുക്കപ്പെട്ടവരാണ് എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കും. ഞങ്ങൾ വെറുക്കപ്പെട്ടവരാണല്ലോ എന്നൊരു ആത്മപരിശോധന, എന്തുകൊണ്ട് ഞങ്ങൾ വെറുക്കപ്പെട്ടവരായി എന്നൊരു ആത്മപരിശോധന മിത്രങ്ങൾ നടത്തേണ്ട ദിവസമാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ സകല സംവിധാനങ്ങളുണ്ടായിട്ടും നിങ്ങൾക്ക് പുതിയ തലമുറയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പോൾ അതുകൊണ്ട് ഈ ദിവസത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം ഇതാണ്. ഒന്ന്, ഈ ഭയത്തിൻ്റെയും ഭീതിയുടെയും ആ കനത്ത ഭിത്തിക്ക് മേൽ വിള്ളൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതിലൂടെ പുതിയ പ്രകാശം കടക്കും. പുതിയ പ്രകാശം അതിലൂടെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുകൊണ്ട് എന്തോ ഈ ഗവൺമെൻറ്റിൽ ഒരു മാറ്റം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ മാറ്റം ഉണ്ടാവും, പരീക്ഷകളെല്ലാം ഭംഗിയായി നടക്കും എന്നൊന്നും അതിലൊന്നും ഒരു അർത്ഥമില്ല. BJP മാറുമെന്ന് ധർമ്മേന്ദ്ര ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ സത്യസന്ധമായിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ ആസ് എ പേഴ്സൺ അദ്ദേഹത്തിന് ഇതിൽ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാകും, വഴി ഉണ്ടാവില്ല. ടെക്നിക്കലി അദ്ദേഹമാണ് എൻ്റെ കസ്റ്റോഡിയൻ, അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹം ഏതെങ്കിലും നിലയ്ക്ക് കംപ്ലിസിറ്റ് ആണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ആയിക്കൊള്ളുന്നില്ല. പക്ഷേ അക്കൗണ്ടബിലിറ്റി എന്നുള്ള ഒരു സംഗതി അവർ ഉന്നയിക്കുന്നു. അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ നിങ്ങൾക്ക് എന്തും ചെയ്യാം എന്ന് വിചാരിക്കരുത്. ഞങ്ങൾ അക്കൗണ്ടബിൾ ആക്കും. അക്കൗണ്ടബിൾ ആക്കുന്ന സന്ദർഭത്തിൽ രാമൻ്റെ പേര് പറഞ്ഞ്, റാം മന്ദിറിൻ്റെ പേര് പറഞ്ഞ്, അയോധ്യയുടെ പേര് പറഞ്ഞ്, പശുവിൻ്റെ പേര് പറഞ്ഞ്, ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങളെ പറ്റിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യയിലെ പുതിയ തലമുറ അവർ സ്ഥാപിച്ചിരിക്കുകയാണ്, ആവർത്തിച്ചുറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം, RSSനെ സംബന്ധിച്ചിടത്തോളം, സംഘ് പരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ണ് തുറക്കേണ്ട ദിവസമാണെന്ന്. അവർ കണ്ണ് തുറക്കുകയാണെങ്കിൽ അത് രാജ്യത്തിന് നന്ന്.